അധ്യാപകര് പുളിമാവാണ്. ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ഫെർമെന്റിങ് നടത്തുന്ന യോഗങ്ങളാണ്. വേദപുസ്തകത്തിന്റെ അടിത്തറയിന്മേൽ നിന്നുകൊണ്ടുള്ള ഒരു വിജ്ഞാനം നിങ്ങൾ പകർന്നു കൊടുക്കണം. അത് സയൻസ് ആകട്ടെ, ആർട്സ് വിഷയമാകട്ടെ, ഫിസിക്കൽ എക്സസൈസിനോട് ബന്ധപ്പെട്ടതാകട്ടെ, ചരിത്രമാകട്ടെ, പോളിറ്റിക്സ് ആകട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ആ വിഷയത്തിലൂടെ ഈ സമൂഹത്തെ പുളിപ്പുള്ളതാക്കുന്ന, ഫെർമെന്റ് ചെയ്യുന്ന ഘടകമായിട്ട് മാറാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ അധ്യാപകരാകുന്നത്. ഈശോ ഉപയോഗിച്ച ഏറ്റവും നല്ല വാക്കാണ് നിങ്ങൾ ഉപ്പാണ്, സാൾട്ട്. ഉപ്പിന്റെ പ്രാധാന്യം എന്തിനെയാണോ പ്രിസർവ് ചെയ്യേണ്ടത് അതിനെ പ്രിസർവ് ചെയ്യാനുള്ളതാണ്. ടു പ്രിസർവ് ദ ബെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അത് മൂല്യങ്ങളാണ്, നല്ല ചിന്തകളാണ്, നല്ല വളർച്ചയാണ്. അതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്ക് ഉപ്പ്, സാൾട്ട് ആകേണ്ടവര് ഷുഗറായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പഞ്ചസാര പല രോഗത്തിന് കാരണമാണ്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാര്യം പറയാതെ മറ്റു വാക്കുകളിലൊക്കെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ഉപ്പ് ഷുഗറായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ വൈദികരും അധ്യാപകരും ഉപ്പായിട്ട് പ്രിസർവ് ചെയ്യേണ്ട മൂല്യത്തെ സംരക്ഷിക്കേണ്ടവര് അത് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒരു ഷുഗർ കോട്ടിംഗ് നൽകി പിന്മാറുമ്പോൾ സമൂഹം ബലഹീനമാവുകയാണ്. ഈശോ പുത്തൻ വീഞ്ഞിനെ കുറിച്ച് ന്യൂ ടെസ്റ്റമെന്റ് തന്നെയാണത്, ഈശോ തന്നെയാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പലപ്പോഴും വിനാഗിരി, കയ്പുള്ള വിനാഗിരി ആയിട്ട് മാറുകയാണ്. ടേസ്റ്റുള്ള വീഞ്ഞായിട്ട് നിൽക്കേണ്ട, ഈശോയെ പോലെ നിൽക്കേണ്ട ആളുകള് വിനഗറായിട്ട് മാറുമ്പോൾ, കയ്പായിട്ട് മാറുമ്പോൾ നമ്മുടെ സമൂഹം വളരുന്നില്ല. സൂര്യതേജസ്സോടുകൂടി നിൽക്കേണ്ടവര്, സൺലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടവര് ഡിം ലൈറ്റ് ആയിട്ട് മാറുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ തീരുമാനങ്ങൾ എടുക്കേണ്ട വഴികളിലൂടെ നടന്ന് ലോകത്തിന്റെ പ്രകാശമാകേണ്ട ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ടെമ്പറൽ ഗുഡ്സ് എല്ലാവരും കഴിക്കുന്നുണ്ട്, അതിന്റെ പുറകെ ഓടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടണം, പണം ഉണ്ടാക്കണം, വലിയ ആഡംബരമായ രീതിയിൽ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ചിന്തകളും നിലപാടുകളുമാണത്. മംഗളവാർത്ത കാലത്താണ് യോഹന്നാൻ മംഗാന നമുക്കൊരു മാതൃകയാണ്. വാക്കിലും വസ്ത്രത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലുമെല്ലാം ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെ ഒരു വലിയ മൂല്യം അദ്ദേഹം കണ്ടുവരികയാണ്. മംഗളവാർത്ത കാലത്ത് ഒരു പ്രധാനപ്പെട്ട സന്ദേശം അതാണല്ലോ. അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന വിലപിടിപ്പുള്ള വസ്ത്രം പോലും മാറ്റിവെച്ച്
സാധാരണ ഒരു വസ്ത്രം ഒരു മരത്തിന്റെ തോല് അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ തോല് അതാണ് അഴിക്കാം. സാധാരണ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ജീവിച്ച ആ വ്യക്തിയാണ് മംഗള വാർത്തയിൽ പ്രധാനപ്പെട്ട ആളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ നൽകുന്ന വലിയൊരു അടിസ്ഥാനപരമായ ഒരു മൊറാലിറ്റി ഉണ്ട്. സലോമിയുടെ കൂട്ടത്തിൽ നൃത്തം കാണാനിരിക്കുന്നവര് യോഹന്നാന്റെ കൂട്ടത്തിൽ ജീവിക്കാം എന്ന് വിചാരിക്കരുത്. അതാണ് ആ മൊറാലിറ്റി. അതൊരു കട്ടിങ് ആയിട്ടുള്ള ഡിസിഷനാണ് ഇവിടെ പറയുന്നത്. അത് മംഗളവാർത്ത നമുക്ക് നൽകുന്ന ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് അതാണ്. അധ്യാപകര് സമൂഹത്തിന് കൊടുക്കുന്ന ചിന്തയും അത്തരത്തിലാണ്. ഭൗതികതയുടെ നേർക്കുള്ള ഓട്ടം നമ്മൾ കുറയ്ക്കണം. ടെമ്പറൽ ബുക്സ് ആർ ബേർഡ്സ്, പക്ഷികളെ പോലെയാണ്. Now sitting on a branch of the tree, at any time they can take wings and fly away. മരത്തിലിരിക്കുന്ന പക്ഷികളെ പോലെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകള്, നമ്മുടെ വലിയ ആർഭാടങ്ങൾ നിറഞ്ഞ മന്ദിരങ്ങള്. അറ്റ് എനി ടൈം ഈ പക്ഷികള് they can take wings and fly away. അവര് ചിറകുകൾ ധരിച്ച് പറന്ന് നമ്മിൽ നിന്ന് അകലും. അത്തരം ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് ഇറ്റ് സിംപ്ലി വണ്ടേഴ്സ് ആൻഡ് സ്ക്വാൻഡേഴ്സ്. ഒന്നും അത് പിടിച്ചു നിർത്തുന്നതല്ല. അധ്യാപകര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിലനിൽക്കുന്ന മൂല്യങ്ങൾ നൽകാനുള്ള ഒരു വലിയ ശ്രദ്ധേയമായ റോളാണ്